ആ അമ്മേ, ഇത് അജാസിൻ്റെ കാറല്ലേ ഇവിടെ കിടക്കുന്നത്? എടാ അത് തന്നെയാണ്. എടാ ഞാൻ അതിനല്ലേ നിന്നെ വിളിച്ചു വരുത്തിയത്. എടാ ഇവനുണ്ടല്ലോ, ഈ അജാസ് എന്ന് പറയുന്നവൻ എത്ര സമയമായി ഇവിടെ വന്നതെന്നറിയാമോ? വന്ന അപ്പോഴത്തൊട്ടേ അവനും അവളും ഇല്ലേ നിന്റെ ഭാര്യ, രണ്ടു പേരും കൂടെ മുറിയിൽ കയറി കഥ കടച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. എടാ എന്നിട്ട് അവൾ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ? അമ്മ അമ്പലത്തിൽ പൊയ്ക്കോളാൻ. എനിക്ക് പോകാൻ പറ്റുമോ? അതുകൊണ്ടാണ് അമ്പലത്തിൽ പോകണമെന്നുള്ള വ്യാജേന ഞാനിവിടെ മാറി നിന്നിട്ട് നിന്നെ വിളിച്ചത്, അറിയാമോ? എടാ ഇതിനി ഇങ്ങനെ വിട്ടുകൊടുത്തൂടാ കിഷോറെ. ഇന്ന് തന്നെ കല്ലും നെല്ലും പതിരും തെളിക്കണം. നീ ഇത് ഇങ്ങനെ അനുവദിച്ച് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഉടനെ കിഷോർ പറയാണ്, അമ്മേ സമാധാനപ്പെട്, ഇന്നിത് ഞാൻ രണ്ടിലൊന്ന് തിരിച്ചിട്ടേ ഉള്ളൂ, ബാക്കി കാര്യം അടിയൊന്നും കൂടാൻ പോവല്ലേടാ മക്കളെ. ഇല്ലമ്മേ, അമ്മ സമാധാനമായിട്ടിരിക്കും, ഇത് വേണ്ട രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. അപ്പോഴേ എന്താ അമ്മേ പറയാൻ വന്നത്? ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ അറയ്ക്കൽ വീട്ടിലേക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗീതു ആണെങ്കിൽ ഗോവിന്ദിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് പ്രിയമോളുടെ ബേബി ഷവർ നടത്താൻ വേണ്ടിയിട്ട് ഗോവിന്ദ് ഈ പറയുന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം തന്നെ നമ്മുടെ രാധികാമ്മ ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ എന്തിനാണ് വേണ്ടെന്ന് പറഞ്ഞ് അവരെ തിരിച്ചു വിട്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗീത് പറയുകയാണ്, അത് ഞാൻ പറഞ്ഞിട്ടാണ് കണ്ണേട്ടനെ അങ്ങനെ ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ സുഖമില്ലാണ്ട് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ചടങ്ങ് ഇപ്പം വേണ്ടാന്ന് വിചാരിച്ചു. അമ്മയുടെ അസുഖമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രാധികാമ്മയ്ക്ക് അത് അത്ര അങ്ങ് ഏറ്റിട്ടില്ല. രാധികാമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതേസമയം പ്രിയമോളാണെങ്കിൽ കുപ്പിയിലാവുകയും ചെയ്തു. പ്രിയമോള് ഗോവിന്ദനോട് പറയണ, എൻ്റെ ഏട്ടൻ എന്നോട് ഇത്രയേറെ സ്നേഹമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ അവർണിക കൊണ്ടുവന്ന ആ ഒരു പൂച്ചൊണ്ടുണ്ടല്ലോ, ആ ഒരു ഗിഫ്റ്റ് നമ്മുടെ പ്രിയമോൾക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അവർണിക പറയുകയാണ്, ഗീതാഞ്ജലിയോട് എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ മുറ്റത്തോട്ട് ഇറങ്ങുകയാണ് സംസാരിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് മുറ്റത്ത് വെച്ച് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ അവർണിക പറയുകയാണ്, ഗീതാഞ്ജലി ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ, ഗീതാഞ്ജലിക്ക് തരാനായിട്ട് സുവർണയും അതുപോലെ വരുണും സംസാരിക്കുന്ന ആ ഒരു വിഷ്വൽസ് ഇല്ലേ, അത് ഞാൻ എടുത്തതായിരുന്നു. പക്ഷേ ആ സമയത്തിന് കിഷോർ ഉണർന്നിട്ട് അത് എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് തട്ടിയെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പിന്നീട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അവർണിക വിശദീകരിക്കുകയാണ് ഗീതുവിനോട്. അതായത് നമ്മുടെ അവർണിക ഇതിങ്ങനെ നോക്കിയെടുത്ത സമയത്തിന് രാത്രിയിൽ കിഷോർ വന്നിട്ട് ഈ ലാപ്ടോപ്പ് പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നതും അവർണിക തോക്ക് കൊണ്ട് ചെന്നിട്ട് കിഷോറിനെ ഭീഷണിപ്പെടുത്തിയിട്ട് ലാപ്ടോപ്പ് സ്വന്തമാക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഡീറ്റെയിൽസ് മുഴുവനും കിഷോർ തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ആ ഒരു സംഭവങ്ങളെല്ലാം ഓർത്ത് നമ്മുടെ അവർണിക പറയുകയാണ് ഗീതുവിനോട്, അതങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗീതു വല്ലാതാവുകയാണ്. അപ്പോൾ അവർണിക പറയുകയാണ്, ഗീതാഞ്ജലി വിഷമിക്കൊന്നും വേണ്ട, ആ വിഷ്വൽസ് അവൻ വേറെ എവിടെയോ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, അത് എവിടെയാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കണ്ടെടുത്ത് ഗീതാഞ്ജലിക്ക് തന്നിരിക്കും, ഇതെൻ്റെ വാക്കാണ് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഗീതു പറയുകയാണ്, അവർണിക ഒരിക്കലും ഈ ഒരു വിഷ്വൽസിൻ്റെ പേരിൽ അവനോട് കോംപ്രമൈസിനൊന്നും നിൽക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ അവർണിക പറയുകയാണ്, അവനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് പറഞ്ഞു വിടണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനെനിക്ക് പറ്റാത്തത് എൻ്റെ ഡാഡി ഒരു മണ്ടത്തരം കാണിച്ചു. ഡാഡിക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ഡാഡി ഉള്ള സമ്പാദ്യം മുഴുവനും എൻ്റെയും അവൻ്റെയും കൂടി പേരിൽ എഴുതി വച്ചിരിക്കുകയാണ്, അത് ക്യാഷ് ആയാലും പ്രോപ്പർട്ടി ആയാലും. അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഗീതു പറയാണ്, അതിന് നമുക്ക് ഒരു കാര്യം ചെയ്യാം, അജാസൊക്കെ വെച്ചിട്ട് നമുക്കത് തിരിച്ചു പിടിക്കാനായിട്ട് നോക്കാമെന്ന് പറയണം. അപ്പോൾ അവർണിക പറയുകയാണ്, എങ്ങനെ? അത് അവന് രണ്ടെണ്ണം നോവച്ച കൊള്ളുമ്പോൾ അവനെ കൊണ്ട് തിരിച്ചെഴുതിപ്പിക്കാമെന്ന് പറയുമ്പോൾ അവർണിക പറയുകയാണ്, അയ്യോ അതൊന്നും വേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ അവനിപ്പോൾ പഴയ സ്വഭാവമൊന്നുമല്ല, അടി കിട്ടി ഇപ്പോൾ അടിയോടൊരു പേടിയില്ല. അതുകൊണ്ട് തന്നെ ഇനി അവനെ എത്ര അടിക്കാനായിട്ട് ചെന്നാലും അവന് അതിലൊന്നും ഒരു പേടിയില്ല. അതുകൊണ്ട് അവൻ തിരിച്ചെഴുതുമെന്നൊന്നും പേടിക്കണ്ട, അവനെ കൊല്ലാനേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു പറയുകയാണ്, ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്താ വേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുക. അതിനുശേഷം ഗീതു ഇങ്ങനെ ചിന്തിച്ചിട്ട് പറയാണ്, അവർണിക എൻ്റെ തലയിൽ ഇപ്പോൾ ഒരു ബുദ്ധിയുണ്ട്, അത് വേണ്ട രീതിയിൽ നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്കത് വർക്കൗട്ട് ആവും എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ അവർണികയ്ക്ക് ചില കാര്യങ്ങളൊക്കെ ഗീതു പറഞ്ഞു കൊടുക്കുകയാണ്. അത് എന്താണെന്നൊന്നും കാണിക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ അജാസ് അങ്ങോട്ടേക്ക് വരികയാണ്. അജാസിനെ കാണുമ്പോഴത്തേക്ക്
അജാസ് ഇവരെ കാണുമ്പോൾ തിരിച്ച് നടന്ന് പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക്, അതായത് അജാസ് നോക്കുമ്പോൾ എന്തൊക്കെയോ ഇവർ വളരെ ഗൗരവമായിട്ട് സംസാരിക്കുന്നതായിട്ട് അജാസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ അജാസ് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഗീതു പറയുകയാണ്, അജാസിക്ക പോവണ്ട, ഇങ്ങ് പോര്, അജാസിക്കയെ കൂടി ഉൾപ്പെടുത്തുന്ന കാര്യമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ അജാസ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഗീതു പറയുകയാണ്, അജാസിക്ക ദേ കിഷോറിൽ നിന്നും ഇവക്ക് ചില കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കണം, അതിന് അജാസൊക്കെ വിചാരിച്ചാലേ പറ്റൂ. അപ്പോൾ അജാസ് എന്താ പെങ്ങളെ, എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗീതു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതെന്താണെന്നൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിഷോറിൻ്റെ അമ്മ വീട്ടിന് പുറത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കിഷോർ വരികയാണ്. കിഷോർ വന്നിട്ട് നടന്നു വരുമ്പോഴത്തേക്ക് മുറ്റത്ത് അജാസിൻ്റെ കാറ് കിടക്കുകയാണ്. അപ്പോൾ ഈ കാറിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇത് അജാസിൻ്റെ കാറാണല്ലോ, ഇതെന്താ ഇവിടെ എന്നും പറഞ്ഞിട്ട് കിഷോർ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്തിന് കിഷോർ ചോദിക്കുകയാണ്, എന്താ അമ്മ ഇത്ര പെട്ടെന്ന് എന്നോട് പെട്ടെന്ന് വെപ്രാളത്തിൽ വരാൻ പറഞ്ഞത്, എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയണേ, എടാ ഇവിടെ നടക്കുന്നത് വല്ലതും നീ അറിയുന്നുണ്ടോ? നീ നേരം വെളുക്കുമ്പോൾ അങ്ങ് തെണ്ടാൻ പോവല്ലോ. എടാ ഇത് എത്ര സമയമായെന്നറിയാമോ? അവനില്ലേ ആ അജാസും അവളും കൂടെ ഇവിടെ വന്നിട്ടേ രണ്ടെണ്ണം മുറിക്കകത്ത് കയറി കഥ കിടച്ചിരിക്കുകയാണ്. എന്നോടെ നിൻ്റെ ഭാര്യ പറഞ്ഞെന്താണെന്നറിയാമോ? അമ്മ അമ്പലത്തിൽ പോയിട്ട് വാന്നാ പറഞ്ഞത്. എനിക്ക് പോകാൻ പറ്റുമോ? അമ്മേ ശ്രീജ എവിടെ പോയി അമ്മേ? അത് അവളുടെ കൂട്ടുകാരി വിളിച്ചെന്ന് പറഞ്ഞ് അവൾ പോയതാണ്, ഇതുവരെ അവളെ കണ്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോടാ, അതുകൊണ്ട് എന്നെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങുന്നെന്നുള്ള വ്യാജേന ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. എന്നിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. എടാ മോനെ, ഇതങ്ങനെ വിട്ടുകൊടുക്കരുത്. ഇങ്ങനെ വിട്ടുകൊടുത്താലുണ്ടല്ലോ നാട്ടുകാരുണ്ടല്ലോ നാണക്കേടാ, നാട്ടുകാർ വല്ലതുമൊക്കെ പറയും. അതുകൊണ്ട് ഇത് നീ ഇടപെട്ട് ഇത് ഇന്ന് തന്നെ ഇതിന് ഒരു കല്ലും നെല്ലുമൊക്കെ പതിരുമൊക്കെ തെളിയിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് കിഷോർ പറയുകയാണ്, അതെ അമ്മേ, ഇന്ന് ഇതിനൊരു അന്ത്യം കണ്ടിട്ടേ ഉള്ളൂ, ബാക്കി കാര്യം ഇത് ഞാനങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എടാ മക്കളെ, കയ്യാങ്കളിക്കൊന്നും നിൽക്കല്ലേ. അമ്മേ, ഇന്ന് അവൻ്റെ കഷ്ടകാലമാണ്, നോക്കിക്കോ. എടാ ഒന്ന് സൂക്ഷിച്ചൊരു മയത്തിലൊക്കെ കൊടുക്കാവൂളേ, അത്രേ ഉള്ളമ്മേ. അമ്മ സമാധാനമായിട്ടിരിക്കേ, ഇത് വേണ്ട രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്യാം എന്നും പറഞ്ഞിട്ട് കിഷോർ അകത്തേക്ക് കടന്നു വരാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ അവർണിക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കിഷോർ വരുന്നുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ കിഷോർ അങ്ങോട്ടേക്ക് നടന്നു വരുന്നതായിട്ട് മനസ്സിലാവുകയാണ്. പെട്ടെന്ന് തന്നെ അവർണിക വന്നിട്ട് അജാസിൻ്റെ അടുത്തേക്ക് ചേർന്നിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്, ആക്ട് ചെയ്തോളാൻ കാണിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഭയങ്കരമായ ശബ്ദത്തിൽ നമ്മുടെ അജാസ് പറയുകയാണ്, അങ്ങനെ എന്താ പറഞ്ഞത്? ആരാ അവർണികയെ ചീറ്റ് ചെയ്തത്? അവർണികയുടെ പേരിലുള്ള പ്രോപ്പർട്ടി മുഴുവൻ സ്വന്തമാക്കിയിട്ട് അവർണികയെ ചീറ്റ് ചെയ്യാനോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അവനെ അങ്ങ് കൊല്ലാം. എന്തായാലും പ്രോപ്പർട്ടിയുടെ പകുതി ഭാഗം അവൻ്റെ പേരിലല്ലേ. അപ്പോൾ ഒരാൾ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ മറ്റേ ആളിനെ തന്നെ കിട്ടുമല്ലോ, അത് ഫുള്ളായിട്ട് അനുഭവിക്കാൻ പറ്റും. അതായത് കിഷോർ മരിച്ചു കഴിഞ്ഞാൽ ആ ഷെയർ ഫുള്ളായിട്ടും അവർണികയിലേക്ക് വരുമല്ലോ, അതുകൊണ്ട് അവർണികയെ കൊല്ലാം എന്നുള്ള രീതിയിലാണ് അജാസ് സംസാരിക്കുന്നത്. ഉറച്ച് സംസാരിക്കുകയാണ്. ഇത് കേട്ടിട്ട് അങ്ങ് പതറി അവിടെ തന്നെ നിൽക്കുകയാണ്. വന്ന വഴി ഫ്യൂസ് പോയത് കണക്ക് ഇങ്ങനെ നിൽക്കുകയാണ് കിഷോർ. അപ്പോൾ ഉടനെ തന്നെ നോക്കുമ്പോഴത്തേക്ക് അവർണിക ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ അജാസ് ഇങ്ങനെ നോക്കിയിട്ട്, കിഷോറോ, വാ കിഷോറേ, എന്താ നീ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് എന്നിങ്ങനെ പറയണം. അങ്ങനെ കിഷോർ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ പറയണം, അവിടെ ഇരിക്കുക കിഷോറേ എന്നിങ്ങനെ പറയണം. അങ്ങനെ കിഷോർ ഇരിക്കുമ്പോൾ, അവർണികയെ നീ പോയി കിഷോറിന് ചായ എടുത്തിട്ട് വാ എന്നിങ്ങനെ പറയണം. അവർണിക പോകുന്നതൊന്നുമില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ കിഷോറിനോട് പറയണം, അജാസ് പറയണം, കിഷോറേ ദേ ഇവക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ പാർട്ട്ണർ എന്നാണ് പറഞ്ഞത്. ഇവളുടെ ഏതോ ഒരു പാർട്ട്ണർ ഇവളുടെ പേരിലുള്ള സമ്പാദ്യത്തിൻ്റെ പകുതി അവൻ്റെ പേരിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് തിരിച്ചെഴുതി കൊടുക്കാൻ പറഞ്ഞവർക്ക് ആ വിഡ്ഢിയായിട്ടുള്ള അവനില്ലേ, അവൻ എഴുതി കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല. എന്താ വേണ്ടത് കിഷോറെ? നമുക്ക് അവൻ്റെ കയ്യോ കാലോ അങ്ങ് വെട്ടിയെടുത്താലോ? കയ്യും കാലും ഇല്ലാതെ അവൻ എന്തിനാ സമ്പാദ്യമൊക്കെ കിട്ടിയിട്ട് എന്തിനാ? അല്ലെങ്കിൽ വേണ്ട, കയ്യും കാലും ഒക്കെ വെട്ടിയെടുക്കുന്നത് മെനക്കേട്. അവൻ ജീവിച്ചിരിക്കേണ്ട, നിഴല് പോലെ പോലും അവൻ ജീവിച്ചിരിക്കേണ്ട. ഒരു കാര്യം ചെയ്യാം, അവർണികയിൽ ഈ സ്വത്തുക്കളെല്ലാം വന്നു ചേരണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാം. ഞാൻ വിചാരിച്ച ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കും, കാരണം ഞാൻ ഇതിനു മുമ്പ് എത്രയോ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കിഷോർ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ അജാസ് പറയണത്, അത് മറ്റൊന്നുമല്ല, വളരെ എളുപ്പമുള്ള വഴിയാണ്. അവനെ അങ്ങ് തട്ടണം, തെളിവൊന്നും കാണില്ലെന്നേ. ഇനി തെളിവുണ്ടെങ്കിലും വേറെ വിഷയമൊന്നുമില്ല, നമ്മളിതൊക്കെ എത്രയോ കണ്ടതാ. അവനെ അങ്ങ് കൊന്നതിന് ശേഷം അപ്പോഴത്തേക്ക് ആ നോർമലായിട്ട് തന്നെ എല്ലാ സ്വത്തുക്കളും അവർണികയുടെ പേരിലങ്ങ് വരും. അപ്പോൾ പിന്നെ അവർണിക ഫ്രീ ആയി, എല്ലാം കിട്ടും അവർണികയ്ക്ക്. എന്താ അവർണിക അതല്ലേ
നല്ലത്. ആ അജാസിന് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ ചെയ്തോ എന്നിങ്ങനെ അവർണിക പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഉടനെ കിഷോർ ഇങ്ങനെ ആകെ ഡള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ അജാസ് ചോദിക്കണം, എന്താ കിഷോറെ നിൻ്റെ അഭിപ്രായം? ആ ആ ആ ആ എന്താ ഒന്നും പറയാനില്ലേ? അത് പിന്നെ അത് ഞാനെന്താ പറയുക, ആ എന്തായാലും അവർണികയുടെ സമ്പത്ത് ആരായാലും അത് തിരിച്ച് അവർണികയ്ക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കൊടുത്തില്ലെങ്കിൽ ജീവൻ ഉണ്ടാവില്ല. ജീവനില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല കിഷോറെ, ആരായിരുന്നാലും ഉള്ള കാര്യമാണ് കേട്ടോ എന്നിങ്ങനെ പറയണം. അപ്പോൾ കിഷോറാണെങ്കിൽ അങ്ങ് പേടിച്ചു പോയി ഇത് കേൾക്കുമ്പോഴത്തേക്ക്. അതിനുശേഷം അവർണികയോട് നമ്മുടെ അജാസ് പറയണം, ആ അവർണികയെ എന്നാൽ നമുക്ക് പിന്നീട് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ട് കിഷോർ അങ്ങ് ഇറങ്ങി പോവുകയാണ്. കിഷോർ പോയി കഴിയുമ്പോഴത്തേക്ക് അവർണിക ഇങ്ങനെ സോറി കിഷോറല്ല പോകുന്നത്, അജാസ് ആകെ കിളി പോയി. അജാസ് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അവർണിക എഴുന്നേറ്റിട്ട് കിഷോറിനോട് പറയുകയാണ്, കേട്ടില്ലേ അജാസൊക്കെ പറഞ്ഞത്, ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി, നിന്റെ പേര് പറഞ്ഞാലുണ്ടല്ലോ ഇതേ ഈ സ്പോട്ടിൽ തീർക്കും നിന്നെ. ശിവനും അറിയാതെ നിന്റെ ബോഡി പോലും പിന്നീട് കാണില്ല. അത് വേണോ അതേ ഈ സ്വത്തുക്കൾ തിരിച്ചെനിക്ക് തരണോ വേണ്ടയോ എന്ന് നീ ആലോചിക്ക് എന്ന് പറഞ്ഞിട്ട് അവർണിക മുറിയിലേക്ക് പോവുകയാണ്. കിഷോർ ആകെ വിയർത്ത് കുളിച്ച് നാശമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്ക് അങ്ങോട്ട് വരികയാണ് നമ്മുടെ അമ്മ കിതച്ച് ഓടിക്കിതച്ച് വെപ്രാളപ്പെട്ട് വരികയാണ്. ആ മോനെ കിഷോറെ, ദേ അവൻ പോയത് ഞാൻ കണ്ടു, നീ ഒത്തിരി തല്ലിയോടാ അവന്. ഉടനെ കിഷോർ ആണ്, ആ ആ ആ ഓ എൻ്റെ മോനെ നീ കുറേ കൊടുത്തോ? ഓ എന്തായാലും അവൻ്റെ പോക്കുണ്ടല്ലോ എനിക്ക് മനസ്സമാധാനമായി മക്കളെ. വേണം ഇനി അവൻ ഈ വീട്ടിൽ കാല് കുത്തരുത്. ഇതേ നീ കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ആ എന്തായാലും നീ 2 കൊടുത്തല്ലോ, നന്നായി എന്നും പറഞ്ഞിട്ട് ഇരിക്കുകയാണ് നമ്മുടെ കിഷോറിൻ്റെ അമ്മ. പിന്നീടെന്ന് വെച്ചാൽ അറയ്ക്കൽ വീടാണ് കാണിക്കുന്നത്. അറയ്ക്കൽ വീട്ടിൽ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ രാധികാമ്മ എല്ലാവരും വന്നിരിക്കുകയാണ്. രാധികാമ്മ, വരുൺ, അതുപോലെ പ്രിയമോൾ എല്ലാവരും വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ ഗീതുവും വരികയാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ വരുമ്പോഴത്തേക്ക് ഗോവിന്ദിൻ്റെ പ്ലേറ്റ് എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗീതു പറയണ, കണ്ണേട്ടിന് ഞാൻ വിളമ്പി കൊടുത്തോളാം എന്ന് പറയുമ്പോൾ രാധികാമ്മ പറയണ, ആ വേണ്ട വേണ്ട വേണ്ട, അവന് നീ വിളമ്പി കൊടുക്കേണ്ട കാര്യമില്ല. അടുത്ത ഹിയറിങ്ങിൽ നിങ്ങൾ രണ്ടും വേർപിരിയേണ്ടവരാണ്. അതുകൊണ്ട് നീ അവന് കൊടുക്കണ്ട, കാഞ്ചന കൊടുത്താൽ മതി. അപ്പോൾ കാഞ്ചന കൊടുക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് പ്രിയമോൾ പറയണം, അത് വേണ്ട, ഗീതു ചേച്ചിക്ക് ഗോവിന്ദേട്ടനോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഗീതു ചേച്ചി വിളമ്പി കൊടുക്കാമെന്ന് പറയുന്നത്, പിന്നെന്തിനാ അമ്മ തടസ്സം നിൽക്കുന്നത്, ഗീതു ചേച്ചി തന്നെ എടുത്ത് കൊടുക്കട്ടെ എന്ന് പറയണം. അങ്ങനെ ഗീതു എന്ത് ചെയ്തെന്നോ, പ്ലേറ്റ് ഗോവിന്ദിൻ്റെ അടുത്തിരുന്ന പ്ലേറ്റ് അങ്ങോട്ടേക്ക് നീക്കി വെച്ചിട്ട് അതിൽ 1 ഇട്ട് 2 ഇട്ട് 3 ഇട്ട് 5 ഇട്ട് 7 ഇട്ട് കുറേ ചപ്പാത്തി അതിലങ്ങ് ഇടുകയാണ്. എന്നിട്ട് കുറേ കറിയും കൂടെ അങ്ങ് എടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇത് കാണുമ്പോൾ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് ഗോവിന്ദൻ, ഇത്രയും ആഹാരം ഇവക്ക് എന്തിനാന്നുള്ള രീതിയിൽ. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് ആഹാരം അതായത് ആ ചപ്പാത്തിയും കറിയും കൂടി കയ്യിലെടുത്തിട്ട് ഗീതു ഗോവിന്ദനെ ഇങ്ങനെ കണ്ണ് കാണിക്കുകയാണ്. പുള്ളിക്കാരത്തെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ കണ്ണ് കാണിക്കണം, ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പറയാണ്, പുള്ളിക്കാരത്തെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മുറിയിലേക്ക് വാ, നമുക്ക് 2 പേർക്കും ഒരുമിച്ച് അവിടെ ഇരുന്ന് കഴിക്കാമെന്നാണ് പുള്ളിക്കാരത്തെ കാണിക്കുന്നത്. ഈ പൊട്ടന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഗീത് വീണ്ടും ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വരാനായിട്ട് പറയുകയാണ്. എന്നിട്ട് അപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ പ്ലേറ്റോട് കൂടി എടുക്കുമ്പോഴത്തേക്ക് ചോദിക്കുകയാണ്, നമ്മുടെ രേഖ ചോദിക്കണേ, എന്താ ഗീതു നീ ഇത് പ്ലേറ്റോട് കൂടി ഇത് എവിടെ കൊണ്ടുപോകണം? അതോ അത് പിന്നെ ഞാൻ TV കണ്ടിരുന്ന് കഴിക്കാനായിട്ട് പോവുകയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗീതു അതും കൊണ്ട് പോവുകയാണ്. കുറച്ച് ദൂരോട്ട് ചെന്നിട്ട് തിരിച്ച് ഗോവിന്ദനെ നോക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഗീതുവിനെ നോക്കുമ്പം മുറിയിലോട്ട് വാ എന്ന് കാണിക്കുകയാണ്. എന്നിട്ട് ഗീതു അങ്ങ് പോവുകയാണ്. നേരെ ഇത് കൊണ്ടുപോയി പുള്ളിക്കാരത്തെ മുറിയിൽ കൊണ്ടുവയ്ക്കുകയാണ്. എന്നിട്ട് ഗോവിന്ദിനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതേസമയം ഗോവിന്ദൻ നൈസിനങ്ങ് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഉടനെ പ്രിയമോൾ ചോദിക്കണം, അതെന്താ ഗോവിന്ദേട്ടൻ എന്താ ആഹാരം കഴിക്കാതെ പോവുകയാണോ? അത് പിന്നെ ഞാൻ കഴിക്കാം, അവിടെ ഇരിക്കുക എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ തന്നെ രേഖ പറയണം, ഗോവിന്ദേട്ടൻ എന്തായാലും ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതി, ഇവിടെ ഇരിക്കുക, ഞാൻ വിളമ്പിത്തരാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഗോവിന്ദിനെ നിർബന്ധിച്ച് അവിടെ ഇരുത്തിയിട്ട് നമ്മുടെ രേഖ വിളമ്പി കൊടുക്കുകയാണ്. ഗോവിന്ദ് അത് കഴിക്കുകയാണ്. കഴിച്ചൊക്കെ കഴിഞ്ഞു. അതേസമയം ഗീതു ആണെങ്കിൽ അവിടെ വിശന്ന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഗീതു വയറിൽ പിടിക്കുന്നു. വിശന്നു പോയി, എൻ്റെ ദൈവമേ, എന്നത്തെക്കാളും കൂടുതൽ വിശപ്പ്. ഈ കണ്ണേട്ടൻ ഇത് അവിടെ എന്ത് ചെയ്യുകയാണ്? ഞാൻ ഈ കണ്ണേട്ടനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടല്ലേ വന്നത്. ഇനി ഈ പൊട്ടൻ കണ്ണേട്ടന് മനസ്സിലാവാതിരിക്കട്ടുണ്ടോ, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവാതിരുന്നിട്ടുണ്ടോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അതിനുശേഷം അവിടെ ഇരുന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. എന്നിട്ടും ഇത്രയും ചപ്പാത്തിയും കറിയും ഞാനിവിടെ എടുത്തുകൊണ്ട് വെച്ചത് കണ്ണേട്ടനൂടെ വന്നിട്ട് കഴിക്കാമെന്നാണ്. ഇനി എപ്പോഴാണ് ഈ മനുഷ്യൻ വരാതെ എനിക്ക് കഴിക്കാനും പറ്റില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം ഗോവിന്ദ് ഭക്ഷണമൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകിയതിന് ശേഷം മെല്ലെ നടന്നു വരികയാണ്. നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ
ഇരിക്കുകയാണ് നമ്മുടെ രഞ്ജു ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രഞ്ജുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ആ രഞ്ജു ഗീതു എന്തിയേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രഞ്ജു പറയാണ്, ആ ഞാൻ കണ്ടില്ല. ഗീതു ഇവിടെ വന്ന് ടി വി കണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ട്? ഇല്ല, ഗീതു ഇവിടെ വന്നിട്ടേ ഇല്ല. വന്നില്ലേ? അപ്പോൾ ഭക്ഷണവും കണ്ടില്ല, ഗീതുവിനെയും കണ്ടില്ല എന്ന് പറയണം. അപ്പോൾ ഉടനെ ഗോവിന്ദ് പിന്നെ ഇവൾ എങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ നേരെ സ്റ്റെപ്പ് കയറി മേലോട്ട് പോവുകയാണ്. രഞ്ജു അത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദ് ഗീതുവിനെ തിരക്കി പോകുന്നത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രഞ്ജു. അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എപ്പോഴും ഞാൻ പറയും കമൻറ്റ് ചെയ്യണമെന്ന്, പക്ഷേ കമൻറ്റ് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മടിയാണ്. എന്നാൽ സബ്സ്ക്രൈബ് ഒത്തിരി ഒരു ദിവസം 10-50 സബ്സ്ക്രൈബ് വെച്ച് കൂടുന്നുണ്ട്. പക്ഷേ അങ്ങനെ കൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടല്ലേ സബ്സ്ക്രൈബ് ഇങ്ങനെ കൂടി വരുന്നത്. പക്ഷേ എന്നാൽ ലൈക്ക് ചെയ്താൽ എന്താണ്? അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.